morning students. Welcome to the online English class of Exotic. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന നാടകം ദ അവർ ഓഫ് ട്രൂത്ത്. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടിരിക്കുന്ന രംഗം എന്താണ്? ബാൽവിൻ ഗ്രിഷാമിനെ കാണാൻ പോയിട്ട് മടങ്ങി എത്തിക്കഴിഞ്ഞു. തുടർന്ന് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. Martha, you are sure your shoes aren't wet, Robert? Robert, your shoes aren't wet? റോബർട്ട് നനഞ്ഞിട്ടില്ലേ? ഷൂസൊക്കെ നനഞ്ഞിട്ടില്ലേ? ബാൽവിൻ ഷേക്കിംഗ് ഹിസ് ഹെഡ്. ഇപ്പോൾ പുറത്ത് മഴയില്ലായിരുന്നു. I took the car. Not a drop on me. See, I took the car. ഞാൻ കാർ എടുത്തുകൊണ്ട് പോയോ? Not a drop on me. സി ഉണ്ടോ? ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. നോക്കൂ. ഹി പാസസ് ഹിസ് ഹാൻഡ്സ് ഓവർ സ്ലീവ്സ്. ഉണ്ടോ? കയ്യിലൊക്കെ ഇങ്ങനെ തൊട്ട് കാണിക്കുകയാണ്. ഹി ഗോസ് ടു എ ചെയർ. അടുത്തുള്ളൊരു കസേരയിലേക്ക് പോകും. സിറ്റ്സ്, അവിടെ ഇരിക്കുന്നു. ദർ ഇസ് ആൻ ഓക്വേർഡ് പോസ്. അസ്വസ്ഥജനകമായ ഒരു നിശബ്ദത. ജോൺ, വെൽ ഡാഡ്, don't you think it's about time you told us something? John ചോദിക്കണം. Well dad, don't you think it's about time you told us something? അച്ഛാ, ഇനി എന്തെങ്കിലും അച്ഛന് ഞങ്ങളടുത്ത് എന്തെങ്കിലും പറഞ്ഞുകൂടെ? അപ്പോൾ ഓക്വേർഡ് എന്നൊരു വാക്ക് വന്നു. ഓക്വേർഡ് മീൻസ് അൺപ്ലസൻറ്റ്. ഓക്വേർഡ്, AWKWARD. ഓക്വേർഡ് മീൻസ് അൺപ്ലസൻറ്റ്. അപ്പോൾ ദാറ്റ് ഈസ് എൻ ഓക്വേർഡ് പോസ്. ഡോണ്ട് യു തിങ്ക് ഇറ്റ്സ് ടൈം യു ടോൾഡ് അസ് സംതിങ്? ഇനിയെങ്കിലും അച്ഛന് എന്തെങ്കിലും പറഞ്ഞുകൂടെ ഞങ്ങളടുത്ത്? ബാൽവിൻ, ടോൾഡ് യു സംതിങ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാകുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ജോൺ. ജോൺ, പീപ്പിൾ ഹാവ് ബീൻ ടോക്കിംഗ് അബൌട്ട് യു, സേയിങ് തിങ്സ്. ആൾക്കാർ അച്ഛനെക്കുറിച്ച് ഇങ്ങനെ പലതും പറയുന്നുണ്ട്. ബാൽവിൻ, വാട്ട് കൈൻഡ് ഓഫ് തിങ്സ് ജോൺ? എങ്ങനത്തെ കാര്യങ്ങൾ? ജോൺ, യു ക്യാൻ ഇമാജിൻ. റോട്ടൻ തിങ്സ്. ഊഹിച്ചൂടെ? വളരെ മോശമായ കാര്യങ്ങൾ. ആൻഡ് ഐ കുഡൻ കോൺട്രഡിക്ട് ദം. എനിക്കാണെങ്കിലോ അവരെ എതിർക്കാനും കഴിയുന്നില്ല. ബാൽവിൻ, വൈ നോട്ട് ജോൺ? എതിർത്താൽ എന്താ? ജോൺ, ബിക്കോസ് ഐ ഡിഡ്ന്റ് നോ. കാരണം എനിക്കറിയില്ല. ബാൽവിൻ, ഡിഡ് യു ഹാവ് ടു നോ? നിനക്ക് കാര്യങ്ങളെല്ലാം അറിഞ്ഞാലേ എതിർക്കാൻ പറ്റുമോ? വാസൻറ്റ് ഇറ്റ് ഇനഫ് ദാറ്റ് യു ന്യൂ യുവർ ഫാദർ? നിനക്ക് എന്നെ അറിയാമല്ലോ, അതുപോലെ നിൻ്റെ അച്ഛൻ തിരിമറി നടത്തി കാണും എന്ന് പറയുമ്പോൾ നിനക്ക് ഉറച്ച സ്വരത്തിൽ പറഞ്ഞൂടെ? ഇല്ല, അച്ഛൻ അങ്ങനെ ചെയ്യില്ല എന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഐ ബെഗ് യുവർ പാർഡൻ സർ. ക്ഷമിക്കണം, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എന്തിനാണ് ക്ഷമ ചോദിച്ചത്? അച്ഛനെ ന്യായീകരിച്ച് സംസാരിക്കാത്തതുകൊണ്ട്. ബാൽവിൻ, ഇറ്റ് വാസ് ഓൺലി എ ഡേ ബിഫോർ ദ സ്മാഷ് അപ്പ് ദാറ്റ് ഐ ഫൗണ്ട് ഔട്ട് വാട്ട് ഗ്രിഷാം വാസ് ഡൂയിങ്. സത്യം പറഞ്ഞാൽ ഈ ബാങ്ക് പൊളിയുന്നതിന് ഒരു ദിവസം മുമ്പാണ് ഗ്രിഷാമിൻ്റെ പ്രവർത്തികൾ ഞാൻ മനസ്സിലാക്കിയത്. ഹീ പോസസ്. ദേ ആർ ലിസ്ണിങ് ഇൻറ്റൻറ്റ്ലി. അവർ ശ്രദ്ധിച്ച് കേൾക്കുന്നു. ഐ ടോൾഡ് ഹിം ഹീ വുഡ് ഹാവ് ടു മേക്ക് ഗുഡ്. ഞാൻ പറഞ്ഞു ഇത് അവസാനിപ്പിച്ചേ പറ്റൂ. ഹീ സെഡ് ഹീ കുഡൻറ്റ്. ഇപ്പോൾ ഇഷ്ടം പോലെ ലാഭം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഒരാൾ വന്നാൽ എടേ നാളെ തൊട്ട് താങ്കൾ മതിയാക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ മതിയാക്കുമോ? അല്ലെങ്കിൽ നമ്മുടെ കീഴുദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുമോ? ഇല്ല. ഹീ സെഡ് ഹീ കുഡൻറ്റ്. ഈവ് ആസ് ഹി ഡസ് നോട്ട് കണ്ടിന്യൂ. ആൻഡ് വാട്ട് ഹാപ്പൻഡ്? പിന്നെ എന്ത് സംഭവിച്ചു? ബാൽവിൻ, ഐ ടോൾഡ് ഹിം ഹീ വുഡ് ഹാവ് ടു ഡു ദ ബെസ്റ്റ് ഹീ കുഡ്. ഞാൻ പറഞ്ഞു he would have to do the best he could.
എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വുഡ് ബി ടു ക്ലോസ് ദ ബാങ്ക്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ബാങ്ക് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ഹി ഡിഡ്ന്റ് വാണ്ട് ടു ഡു ദാറ്റ്. അത് ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. മാർത്ത, ബട്ട് ഹി ഡിഡ് ഇറ്റ്. പക്ഷെ അദ്ദേഹം ചെയ്തല്ലോ. ബാൽവിൻ, ഐ മെയ്ഡ് ഹിം ഡു ഇറ്റ്. ഞാൻ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചു. ഹി വാസ് ആംഗ്രി, വെരി ആംഗ്രി, ഭയങ്കര ദേഷ്യമായിരുന്നു. ബട്ട് ഐ ഹാഡ് ദ വിപ്പ് ഹാൻഡ്. പക്ഷേ ഐ ഹാഡ് ദ വിപ്പ് ഹാൻഡ്. എന്താ അതിൻ്റെ അർത്ഥം? ഐ ഹാഡ് ദ വിപ്പ് ഹാൻഡ്. വിപ്പ് എന്ന് പറഞ്ഞാൽ ചാട്ടവാർ. ചാട്ടവാറിൻ്റെ പിടി എൻ്റെ കയ്യിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഐ വാസ് ഇൻ കൺട്രോൾ. കാരണം തെളിവ് ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ പറയുന്ന അയാൾ അനുസരിച്ചേ പറ്റൂ. ഈവ്, ദ പേപ്പേഴ്സ് ഡിഡ്ന്റ് മെൻഷൻ ദാറ്റ്. ഒരു പത്രവും അത് പറഞ്ഞില്ലല്ലോ. കണ്ടോ, പത്രങ്ങൾ പറയേണ്ടിയിരുന്നത് എന്താണ്? പക്ഷെ പത്രക്കാർക്ക് അറിയില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പത്രങ്ങളെല്ലാം പറഞ്ഞെന്താണ്? ഗ്രിഷാം അറസ്റ്റിൽ, ബാൽവിൻ സംശയത്തിൻ്റെ മുൾമുനയിൽ, അല്ലെങ്കിൽ സംശയത്തിൻ്റെ മുനയിൽ, അല്ലെങ്കിൽ ബാൽവിന് കൂടെ അറസ്റ്റ് ചെയ്യപ്പെടാം, ഇങ്ങനെയൊക്കെ പത്രങ്ങൾ അടിച്ചങ്ങ് വിടും വാർത്ത. പക്ഷെ സത്യം എന്തായിരുന്നു? ഗ്രിഷാമിനെ കൊണ്ട് ഈ ബാങ്ക് പൂട്ടിച്ചത്, ഈ കള്ളത്തരം നിർത്തിച്ചതും ബാൽവിനായിരുന്നു. അപ്പോൾ ഈ ചോദിക്കുകയാണ്, ദ പേപ്പേഴ്സ് ഡിഡ്ന്റ് മെൻഷൻ ദാറ്റ്. ഒരു പത്രത്തിൽ അതങ്ങനെ വന്നില്ലല്ലോ. ബാൽവിൻ, ഐ ഡിഡ്ന്റ് തിങ്ക് ഇറ്റ് വാസ് നെസസറി ടു ടെൽ ദാറ്റ്. എനിക്ക് തോന്നിയില്ല അത് അവരുടെ അടുത്ത് പറയണമെന്ന്. മാർത്ത, ബട്ട് യു ലെറ്റ് യുവർ നെയിം റെസ്റ്റ് അണ്ടർ എ ക്ലൗഡ് മീൻ വൈൽ. പക്ഷേ ആ സമയം നിങ്ങളുടെ പേര് സംശയത്തിൻ്റെ നിഴലിലായിരുന്നല്ലോ. ബാൽവിൻ, ഇറ്റ് വിൽ ബി ക്ലിയർ ടുമോറോ, വോണ്ട് ഇറ്റ്? നാളെ എല്ലാം ക്ലിയർ ആവുമല്ലോ. ഹി പോസസ്, നാളെ എല്ലാം ക്ലിയർ ആവുമല്ലോ. കാരണം നാളെ കോടതിയിൽ വിചാരണ തുടങ്ങുകയാണ്. അപ്പം മൊഴി കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പോൾ ബാൽവിൻ ചെയ്തതെല്ലാം നാളെ കോടതിയിൽ വിളിച്ച് പറയും. ടുഡേ ഗ്രിഷാം സെൻറ്റ് ഫോർ മീ. ഇന്ന് ഗ്രിഷാം എന്നെ ആളയച്ച് വരുത്തി. ദ ട്രയൽ ബിഗിൻസ് ഇൻ 24 hours. ദ ട്രയൽ ബിഗിൻസ് ഇൻ 24 hours. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വിചാരണ ആരംഭിക്കും. ഐ ആം ദ ഒൺലി വിറ്റ്നസ് അഗെയിൻസ്റ്റ് യു. ഞാനാണ് ഏക സാക്ഷി. ഹി ആസ്ക്ഡ്, യു ക്യാൻ ഗെസ് വാട്ട്? അദ്ദേഹം ആവശ്യപ്പെട്ടു, എന്തായിരിക്കാം എന്ന് ഊഹിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഒരു കേസിൽ ഒരൊറ്റ സാക്ഷിയേ ഉള്ളൂ. ആ സാക്ഷിയെ പ്രതി കേസിൻ്റെ തലേ ദിവസം വിളിച്ചു വരുത്തുന്നു. എന്തിനു വേണ്ടിയായിരിക്കാം? എന്തിനു വേണ്ടിയായിരിക്കാം? യെസ്, കള്ളസാക്ഷി പറയാം അല്ലേ? തീർച്ചയായിട്ടും തനിക്കെതിരെ മൊഴി കൊടുക്കരുത് എന്ന് പറയാം. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഹി ആസ്ക്ഡ്, യു ക്യാൻ ഗെസ് വാട്ട്? അദ്ദേഹം എന്നെ വിളിച്ചു, എന്തിനായിരിക്കാം ഊഹിക്കാവോ? ജോൺ ഇൻഡിഗ്നൻ്റ്ലി, ജോൺ ദേഷ്യത്തോടെ, ഹി വാണ്ടഡ് യു ടു ലൈ ടു സേവ് ഹിസ് സ്കിൻ, വാണ്ടഡ് യു ടു പെർജ്യൂർ യുവർ സെൽഫ്. കള്ളം പറയാൻ പറഞ്ഞല്ലേ? പെർജ്യൂർ എന്ന് പറഞ്ഞാൽ കള്ള സത്യം ചെയ്യാം. ടു പെർജ്യൂർ യുവർ സെൽഫ്. ഹി വാണ്ടഡ് യു ടു ലൈ ടു സേവ് ഹിസ് സ്കിൻ. സേവ് ഹിസ് സ്കിൻ എന്നാൽ സ്വന്തം തൊലി രക്ഷപ്പെടാൻ, സ്വയം രക്ഷപ്പെടാൻ. ബാൽവിൻ, ദാറ്റ് വുഡൻറ്റ് ബി നെസസറി ജോൺ. ഹി ജസ്റ്റ് വാണ്ടഡ് മീ ടു ഹാവ് എൻ അറ്റാക്ക് ഓഫ് പുവർ മെമ്മറി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത്രയേ ആവശ്യപ്പെട്ടുള്ളൂ. ഹി വാണ്ടഡ് മീ ടു ഹാവ് എൻ അറ്റാക്ക് ഓഫ് പുവർ മെമ്മറി. ഓർമ്മയില്ലാത്ത കണക്ക് എന്ന് അഭിനയിക്കണം, ഇത്രയേ പറഞ്ഞുള്ളൂ. ഇഫ് ഐ ടെൽ ഓൾ ഐ നോ, ജോൺ ഗ്രിഷാം വിൽ ഗോ ടു ജയിൽ. എനിക്കറിയാവുന്ന എല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞാൽ ജോൺ ഗ്രിഷാം വിൽ ഗോ ടു ജയിൽ. ഗ്രിഷാം ജയിലിൽ പോകേണ്ടി വരും. നോ പവർ ഓൺ എർത്ത് ക്യാൻ സേവ് ഹിം ഫ്രം ഇറ്റ്. ഭൂമിയിലെ ഒരു ശക്തിക്കും അദ്ദേഹത്തെ രക്ഷിക്കാൻ
കഴിയില്ല. ബട്ട് ഹീ വാണ്ട്സ് മീ ടു ഫൊർഗെറ്റ് എ ലിറ്റിൽ. പക്ഷെ അദ്ദേഹം എന്താ ആവശ്യപ്പെട്ടത്? ചെറിയൊരു മറവിയുള്ളതായിട്ട് അഭിനയിക്കാൻ. ജസ്റ്റ് ദ എസെൻഷ്യൽ തിങ്സ്. വെൻ ദേ ക്വസ്റ്റ്യൻ മീ ഐ ക്യാൻ ആൻസർ ഐ ഡോണ്ട് റിമെമ്പർ. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്ത് പറയണം? അതെനിക്ക് ഓർമ്മയില്ല. ദേ കാൺ പ്രൂവ് ഐ ഡു റിമെമ്പർ ആൻഡ് ദെയർ യു ആർ. അവർക്ക് തെളിയിക്കാൻ പറ്റുമോ എനിക്ക് ഓർമ്മയുണ്ടെന്ന്? ഇപ്പോൾ ഒരാളൊരു കാര്യം ഓർക്കുന്നില്ല, ഞാൻ ഓർക്കുന്നുണ്ടെന്ന് തെളിയിക്കാൻ പറ്റുമോ? ആൻഡ് ദെയർ യു ആർ. അതോടെ കേസ് പൊളിയും ഗ്രിഷാം രക്ഷപ്പെടുകയും ചെയ്യും. ജോൺ, ഇറ്റ് വുഡ് ബി എ ലൈ ഡാഡ്. ജോൺ, ഡാഡ് അതൊരു കള്ളമല്ലേ ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ? അച്ഛനെല്ലാം ഓർമ്മയുണ്ടല്ലോ. ബാൽവിൻ, സ്മൈലിംഗ്, ഓഫ് കോഴ്സ്, ബട്ട് ഇറ്റ്സ് ഡൺ എവറി ഡേ. പുഞ്ചിരിയോട് എന്താ പറഞ്ഞത്? അതെ, പക്ഷേ അത് എല്ലാ ദിവസവും നടക്കുന്ന കാര്യമാണ്. ഇറ്റ്സ് ഡൺ എവറി ഡേ ആൻഡ് ദേ കുഡൻറ്റ് ടച്ച് മീ എനി മോർ ദാൻ ദേ കുഡ് കൺവിക്റ്റ് ഹിം. അവർക്ക് എന്നെ സ്പർശിക്കാൻ കഴിയില്ല. എനി മോർ ദാൻ ദേ കുഡ് കോൺവിക്റ്റ് ഹിം. അപ്പോൾ കോൺവിക്റ്റ് ഹിം എന്നാണ് അയാളെ കുറ്റവാളിയായി സ്ഥാപിക്കാനും കഴിയില്ല, എന്നെ ശിക്ഷിക്കാനും പറ്റില്ല. മാർത്ത, ക്യുവറിങ് വിത്ത് ഇൻഡിഗ്നേഷൻ. മാർത്ത ദേഷ്യം കൊണ്ടങ്ങ് വിറയ്ക്കുകയാണ്, വികാരവിക്ഷോഭം കൊണ്ട്, ദേഷ്യം കൊണ്ട്. ഹൗ ഡാഡ് ഹി ആസ്ക് സച്ച് എ തിങ്. ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങയോട് കള്ളം പറയാൻ അദ്ദേഹം ആവശ്യപ്പെടും. ഈവ്, വാട്ട് ഡിഡ് യു സേ ഫാദർ. അച്ഛൻ എന്ത് മറുപടിയാണ് പറഞ്ഞത്? ബാൽവിൻ, സ്മൈലിംഗ് ആൻഡ് റേസിംഗ് ഹിസ് ഐസ് ടു ജോൺസ്. ബാൽവിൻ ഒരു പുഞ്ചിരിയോടെ ജോണിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, വെൽ സൺ, വാട്ട് വുഡ് യു ഹാവ് സെഡ്. നീ എന്തായിരിക്കും? വാട്ട് വുഡ് യു ഹാവ് സെഡ്. ജോൺ, I'd have told him to go to the devil. ഞാൻ പറഞ്ഞേനെ ഏതെങ്കിലും നരകത്തിൽ പോയി തൊലയാൻ. ചെകുത്താൻ്റെ അടുത്ത് എന്ന് പറയാൻ പറഞ്ഞേ. ഗോ ടു ദ ഡെവിൾ മീൻസ് ഗോ ടു ഹെൽ. ജോൺ പറഞ്ഞു, ഞാൻ അറിയാം ഗോ ടു ഹെൽ. ബാൽവിൻ നോഡിങ്, ഐ ഡിഡ്. ഞാനും അത് തന്നെ പറഞ്ഞു. മാർത്ത, ജോൺ, ബുള്ളി ഫോർ യു ഗവർണർ. ബുൾ മീൻസ് വെരി ഗുഡ്, വെരി ഗുഡ് ഗവർണർ. അച്ഛൻ അങ്ങനെ തന്നെ വേണം, ചെയ്യണം. മാർത്ത, ഹാഫ് ടു ഹെർ സെൽഫ്. മാർത്ത പറയണം, ഐ ന്യൂ. എനിക്കറിയാമായിരുന്നു. എന്നാൽ എൻ്റെ ഭർത്താവ് ഒരു കള്ളത്തരത്തിനും കൂട്ടു നിൽക്കില്ലെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ബാൽവിൻ, ഐ ഡിഡ്ന്റ് യൂസ് യുവർ വേർഡ്സ് ജോൺ. ജോൺ, ശരിക്കും പറഞ്ഞാൽ നീ പ്രയോഗിച്ച ആ ഭാഷ ഞാൻ ഉപയോഗിച്ചില്ല. ഐ ഡിഡ്ന്റ് യൂസ് യുവർ വേർഡ്സ് ജോൺ. ഹി ഈസ് ടു ഓൾഡ് എ ഫ്രണ്ട് ഓഫ് മൈൻ ഫോർ ദാറ്റ്. എൻ്റെ ഒരു പഴയ സുഹൃത്താണ്, ഓൾഡ് ഫ്രണ്ട്. ഇല്ല, ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട് ഞങ്ങൾ തമ്മിൽ. ബട്ട് ഡിഡ്ന്റ് മിൻസ് മാറ്റേഴ്സ് എനി. പക്ഷെ ഞാൻ കാര്യങ്ങളൊന്നും വളച്ചു കെട്ടിയില്ല. ഹി അണ്ടർസ്റ്റുഡ് വാട്ട് ഐ മെൻറ്റ്. എൻ്റെ മനസ്സിലുള്ള അദ്ദേഹത്തിന് മനസ്സിലായി. ഈവ്, ആൻഡ് വാട്ട് ഡിഡ് ഹി സേ ദെൻ. പിന്നെന്താ പറഞ്ഞത്? ബാൽവിൻ, ദർ വാസൻറ്റ് മച്ച് ടു സേ. അപ്പം കൂടുതലൊന്നും പറയാനില്ലായിരുന്നു. അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു എന്നാര് ചോദിക്കുന്നു? ഈവ് ചോദിക്കുന്നു അല്ലേ. ദർ വാസൻറ്റ് മച്ച് ടു സേ. കൂടുതലൊന്നും പറയാനില്ലായിരുന്നു. യു സീ, ഹി വാസൻറ്റ് സർപ്രൈസ്ഡ്. അയാൾക്ക് ഒരു അതിശയവും തോന്നിയില്ല. ഹീ ഈസ് നോൺ മീ ഫോർ 35 years. 35 വർഷമായി അയാൾക്ക് എന്നെ അറിയാം. വെൽ, വിത്ത് സിമ്പിൾ പ്രൈഡ്, എനിബഡി
who's known me for 35 years, doesn't expect me to haggle with my conscience. 35 വർഷമായി എന്നെ അറിയാവുന്ന ആരും ഞാൻ മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കില്ല, അല്ലെങ്കിൽ മനസാക്ഷിക്ക് വിരുദ്ധമായി ഞാൻ പ്രവർത്തിക്കും എന്ന് പ്രതീക്ഷിക്കില്ല. കാരണം എൻ്റെ ക്യാരക്ടർ അവർക്കെല്ലാം വ്യക്തമാണ്. If it had been anybody else, I would have struck him across the face. വേറെ ആരെങ്കിലും ആയിരുന്നു ഇത് പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ വാക്കുകൊണ്ടായിരിക്കില്ല ആയിരുന്നു എൻ്റെ പ്രതികരണം. I would have struck him across the face. ഞാൻ മുഖമടച്ച് ഞാൻ അയാളെ തല്ലിയേനെ. അപ്പം ഗ്രിഷാമിന് ഈ ബാൽവിൻ പറഞ്ഞ കാര്യം തന്നെ, ബാൽവിനോട് ഗ്രിഷാം പറഞ്ഞ കാര്യം ബാൽവിൻ വളരെയധികം ഫീൽ ചെയ്തു. കാരണം തൻ്റെ അടുത്ത് കള്ളം പറയാൻ ആവശ്യപ്പെടുന്നു ആര്? 35 വർഷമായി തന്നെ അറിയാവുന്ന തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും തൻ്റെ മേലുദ്യോഗസ്ഥനും തന്നോട് കള്ളസാക്ഷി പറയാൻ ആവശ്യപ്പെട്ടു. അത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ, if it had been anybody else, I would have struck him across the face എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ അത് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ്? ഹി ഈസ് ടു ഓൾഡ് എ ഫ്രണ്ട് ഓഫ് മൈൻ. എൻ്റെ ഒരുപാട് വർഷത്തെ അടുപ്പമുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് ആര്? ഒരുപാട് വർഷത്തെ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്, സുഹൃത്ത് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പഠിച്ച ഈ പേജിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നുണ്ട്, അല്ലേ? എന്താണ്? വൈ ഡിഡ് ഗ്രിഷാം സെൻഡ് ഫോർ ബാൽവിൻ? ഗ്രിഷാം എന്തിനാണ് ബാൽവിനെ വരുത്തിയത്? അപ്പോൾ എന്താണ്? ഹീ ഷുഡ്, അല്ലേ? എന്താണ്? ടു റിക്വസ്റ്റ് ഹിം, request him to save him, അല്ലേ? he should pretend to have a, he should say he did not remember, അല്ലേ? എന്താ പറയുന്നത്? he should pretend to have, pretend to have an attack of poor memory. അല്ലേ? ഇപ്പോൾ ഓർമ്മയില്ലാത്ത പോലെ അഭിനയിക്കണം. എന്നിട്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഇപ്പോൾ ഗ്രിഷാമിനെ കുരുക്കുന്ന, ഗ്രിഷാമിനെതിരെ ആകാവുന്ന മൊഴികൾ വരുമ്പം ഇയാൾ എന്താ പറയേണ്ടത്? 3 വാക്കുകൾ പറഞ്ഞാൽ മതി. ഐ ഡോണ്ട് റിമെമ്പർ, അതെനിക്ക് ഓർമ്മയില്ല. അത് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഐ ഡോണ്ട് റിമെമ്പർ, ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടെന്ന് തെളിയിക്കാൻ ഒരു കോടതിക്കും കഴിയത്തുമില്ല, മറ്റേയാളെ ഒട്ട് ശിക്ഷിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇത് ക്വസ്റ്റിൻ്റെ ആൻസറാണിത്, അല്ലേ? വൈ ഡിഡ് ഗ്രിഷാം സെൻഡ് ഫോർ ബാൽവിൻ? അപ്പോൾ എൻ്റെ ആൻസർ, ഗ്രിഷാം wanted Balvin to have an attack of poor memory. When important questions were asked, he should say that he did not remember. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്. പിന്നെ അയാളുടെ റിക്വസ്റ്റിനോട് ഇയാളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഇയാൾ വ്യക്തമായി പറഞ്ഞു താൻ കള്ളസാക്ഷി പറയില്ല, താൻ തൻ്റെ മൊഴി ഒരിക്കലും മാറ്റി പറയില്ല എന്ന് ബാൽവിൻ പറയുന്നു. അതല്ല, ബാൽവിൻ അഭിമാനത്തോടെ പറയുകയാണ്, 35 വർഷമായി എന്നെ അറിയാവുന്ന ആർക്കും എന്നോട് ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെടാൻ കഴിയില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഗ്രിഷാം ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ അയാളെ തല്ലാതിരുന്നത് എന്ന് പറയുന്നു. ക്ലിയർ? അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? റോബർട്ട് ബാൽവിൻ എന്ന ഈ നാടകത്തിലെ പ്രൊട്ടഗോണിസ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിൻ്റെ ഓണസ്റ്റി, അയാളുടെ ഹൈലൈറ്റ് ചെയ്യുന്ന ക്വാളിറ്റി എന്താണ്? അയാൾ അങ്ങേറ്റം സത്യസന്ധനാണ്. ഇത്രയും വർഷത്തിനിടയിൽ അയാൾ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു തെറ്റും അയാൾ ചെയ്തിട്ടില്ല, അയാൾ കള്ളത്തരം കാട്ടിയിട്ടേ ഇല്ല. ക്ലിയർ?
അപ്പോൾ ക്യാരക്ടർ ഓഫ് ബാൽവിൻ ചോദിക്കുമ്പോൾ നമുക്ക് ഈ സിറ്റുവേഷനൊക്കെ നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ, അതുപോലെ വൈ ഡിഡ് ഗ്രിഷാം സെൻഡ് ഫോർ ബാൽവിൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇവിടെ വരുന്നത് അല്ലേ. എന്താണ് ഹി റിക്വസ്റ്റഡ് ഹിം ടു സേവ് ഹിം, ഹി റിക്വസ്റ്റ് ഹിം ടു ഹാവ് an attack of poor memory, and he should say that he did not remember when incriminating questions were asked. ഓക്കെ, അപ്പോൾ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.